കൊല്ലത്തെ ദേശീയപാതയുടെ കൊല്ലത്തെ ദേശീയപാത താർന്നു വീട് അങ്ങനെ വലിയ സുരക്ഷാ പ്രശ്നം കൂടി ഉന്നയിക്കണം. ഈ തലനാരിഴക്കാണ് ഒരു സ്കൂൾ ബസ് കുട്ടികളൊക്കെ രക്ഷപ്പെട്ടത്. അല്ല, അതെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ കരാർ കമ്പനികളാണ് ദേശീയപാത പല റീച്ചും എടുത്തിരിക്കുന്നത്. നിർമ്മാണത്തിലൊക്കെ ഉള്ള വൈരുദ്ധ്യം കണ്ടാൽ തന്നെ നമുക്കറിയാം, അതിലൊന്നും ഒരു ഏകോപനവും ഇല്ല. മാത്രമല്ല, ഈ നാട്ടിൽ കേരളത്തിൽ ജീവിക്കുന്ന നാടൻ ബുദ്ധിക്ക് ഇവിടെയുള്ള എൻജിനീയർമാരുൾപ്പെടെ പറയുന്ന പല സാങ്കേതിക പ്രശ്നങ്ങളും അവഗണിച്ചാണ് ആ പാത പോകുന്നത്. കൂരിയാട് എൻ്റെ മണ്ഡലത്തിലാണ്. കൂരിയാട് ഉണ്ടായത് അടിയിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന തോടൊഴുകി പോകുന്നിടത്താണ് മണ്ണിട്ട് പൊക്കിയത്. ഇമാതിരി മണ്ടത്തരം ആരെങ്കിലും ചെയ്യുമോ? അവിടെ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഇതിൻ്റെ അടിയിൽ കൂടി കൈത്തോട് പോകുന്നുണ്ട്, അവിടെ മണ്ണിട്ട് പൊക്കിയാൽ ഈ പാത നിൽക്കുമോ എന്ന് ഞങ്ങളൊക്കെ ചോദിച്ചതാണ്. നിന്നില്ല, പോയി. അതേ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ അവിടെ കൊല്ലത്തും ഉണ്ടായിരിക്കുന്നത്. അവിടെ ആ ജാതി മണ്ണാണ്. അങ്ങനത്തെ മണ്ണിൽ കേരളത്തിലെ മഴയിൽ അവർ മണ്ണിട്ട് പൊക്കിയാൽ നിൽക്കുമോ? മൺമതിൽ ഇവിടെ നിൽക്കുമോ? പൊളിഞ്ഞു വീഴൂലേ? അതുകൊണ്ട് ആ നിർമ്മാണത്തിൽ ഒരുപാട് അപാകതകളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിർമ്മാണത്തിനിടയിലായതുകൊണ്ടാണ് അവരവിടെ സാന്നിധ്യം ഇവിടെ ഉള്ളത്. അവരിതെല്ലാം കൂടി തട്ടിക്കൂട്ടി പോയി അവസാനം ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും ഇനി അപകടം. മഴ വയനാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയ മഴക്കെടുതി നമ്മൾ കണ്ടതല്ലേ. മഴ ഇനി ഇതിലും വലിയ മഴ വരും. വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. കേരള ഗവൺമെൻറ് ഇത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല അവർ. ദേശീയപാത ഇലക്ഷന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാനുള്ള ധൃതി കാണിച്ചാൽ പോരാ. കാരണം ദേശീയപാത ആളുകൾക്ക് സുരക്ഷിതമാണ് എന്ന് ഉറപ്പ് വാങ്ങണം. അല്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടം കേരളത്തിൽ ഇനിയുണ്ടാവും. ഈ ആദ്യഘട്ടത്തിൽ ആളുകൾ പറയുന്നത് തുടർച്ചയായിട്ട് പരാതി അവർ ഉന്നയിച്ചിരുന്നു, ഈ ചെളി നിറയ്ക്കുന്നതൊക്കെ അശാസ്ത്രീയമാണെന്നൊക്കെ. ഇതൊന്നും നോക്കാനൊരു സംവിധാനം ഇല്ല എന്നാണ്. ഒരു സംവിധാനവും ഇല്ല. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ കൂരിയാട് കണ്ടതല്ലേ. ഒരു സംവിധാനവും ഇല്ല. അവർ മണ്ണ് അങ്ങോട്ടേ നിറക്കുകയാണ്. ഏതാ മണ്ണെന്നും കൂടി നോക്കുന്നില്ല. കൊല്ലത്തെ മണ്ണ് വളരെ ലൂസ് മണ്ണാണ്. അതൊക്കെ അങ്ങനെ കുത്തി നിറച്ച് പോയാൽ മഴ പെയ്താൽ അതങ്ങ് ഒലിച്ചു പോവും. മൺതിട്ടയാണ് അവർ പണിതുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും. പാലം മണപ്പോൾ കൂരിയാട് അവർ തിരുത്തിയില്ലേ. ഇപ്പോൾ മലപ്പുറത്തെ വേങ്ങരയിലെ കൂരിയാട് അവർ തിരുത്തിയില്ലേ. അവരിപ്പോൾ കാലുമ്മലാക്കിയല്ലോ. നേരത്തെ ചെയ്താൽ പോരായിരുന്നോ? അതേ പ്രശ്നം കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട്. ഉറപ്പായിട്ടും വേണ്ടി വരും. അല്ലെ ഈ റോഡ് നിൽക്കില്ലല്ലോ. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നിടത്ത് മഴ ചെയ്താൽ വീണ്ടും മുഴുവൻ ഒലിച്ചു പോകില്ലേ. ഇത് വളരെ അശാസ്ത്രീയമായ ഇങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിൽ എന്താണ് ഈ സാഹചര്യം എന്ന് പറയുന്നത്? ഇതിപ്പോൾ നിർമ്മാണത്തിൻ്റെ അശാസ്ത്രതയാണോ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ മുസ്ലിം ലീഗ്? അല്ല, നമ്മൾ ഇതിൽ നിർമ്മാണത്തിലെ അപാകത എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുമോ? ഉത്തരവാദിത്തപ്പെട്ട എത്രയും സാങ്കേതിക വിദഗ്ധന്മാരും അതുപോലെ തന്നെ കഴിവുള്ള എൻജിനീയർമാരും ടീമും ഒക്കെ നിരന്ന് നിൽക്കല്ലേ. വലിയ ടെക്നോളജിയാണല്ലോ. ഈ റോഡിൽ മുഴുവൻ വലിയ ഹൈ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വർക്കൊക്കെ നടക്കുന്നത്. അങ്ങ് ഇത് ഒരു നിരുപദ്രവമായി സംഭവിക്കുന്നതാണ്, യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇത് നിർമ്മാണത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇത് വലിയ വ്യത്യാസമുണ്ടല്ലോ. കാലിൽ പാലം പണിയാൻ നല്ല ചിലവുണ്ട്, മണ്ണിട്ട് വെക്കാൻ ഒരു ചിലവില്ലല്ലോ. അത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് ഈ റോഡിൻ്റെ സുരക്ഷിതത്വം കേരള ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യണം. ഈ ദേശീയപാത ഇവരിപ്പോൾ നിർമ്മാണമൊക്കെ എല്ലാം കഴിഞ്ഞ് ടാറിട്ട് മിനുക്കി അവരങ്ങ് പോകും. മഴ ഇവിടെ തുടരും. അപകടം എപ്പോഴാണ് ഉണ്ടാവുക എന്നറിയില്ല. കേരള ഗവൺമെൻറ് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അവരൊരു ഇലക്ഷൻ വരുമ്പോഴത്തേന് ഉദ്ഘാടനം ചെയ്യാൻ ധൃതി വെച്ചാൽ പോരാ. ഇത് നിർമ്മാണത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ അടിയന്തര നടപടിയെടുക്കണം. ഈ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല. അതിൻ്റെ സമയം നീട്ടി നൽകണമെന്നാണ് മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നൊരു കാര്യം. അതിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താ? അതെങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്? ഞങ്ങൾ കർണാടക മിനിസ്റ്റർ സമീർ ഖാനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാസർഗോഡ് ഇത് സംബന്ധിച്ച് ഒരു സിമ്പോസിയം തന്നെ നടത്തിയിരുന്നു. ഞങ്ങളതിന് വേണ്ട പ്രചാരം കൊടുത്തിരുന്നു. കാരണം വെച്ചാൽ അവർ ദിവസം കൊടുക്കാതിരിക്കുകയാണ്. അതായത് ഇൻക്ലൂഡ് ചെയ്യാനല്ല, എക്സ്ക്ലൂഡ് ചെയ്യാനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ടെൻഡൻസി. വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക, നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക, ആ സൗകര്യം എല്ലാവർക്കും ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല. ഈ പോർട്ടലിൽ കയറാതെ പോകണമെന്നാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് സമയം കൊടുത്തില്ല. ഇനി ട്രിബ്യൂണലിൽ പോകാനാണ്. ട്രിബ്യൂണൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇന്നൊരു ദിവസം കൂടി ഉള്ളൂ. എന്ത് ചെയ്യാനാണ്?
അതുകൊണ്ട് അടിയന്തരമായി ഇന്ന് പോർട്ടലിൽ കയറാൻ ഇന്ന് ചെയ്യാവുന്ന ഇന്ന് ചെയ്യണം. അതാണ് പറയാനുള്ളത്. ഇന്ന് പറ്റിയില്ലെങ്കിൽ പിഴ അടക്കേണ്ട സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ട്രിബ്യൂണലിൽ പോകാന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒക്കപ്പ് സ്വത്തുകൾ എങ്ങനെയെങ്കിലും അന്യാധീനപ്പെടുത്തുക എന്നുള്ള ഒരു മോട്ടീവാണ് ഇതിൻ്റെ പിറകിലുള്ളത്. വയനാട്ടിൽ വലിയ ചർച്ച ഇപ്പോൾ ഈ കോൺഗ്രസ് ചൂരന്മലിൽ കൊടുക്കാവുന്ന വീടുകൾ കൊടുത്തിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത് കൂടിയില്ല. ഈ വയനാട്ടിലും കേരളത്തിലും UDF വലിയ തിരിച്ചടിയാവില്ല. ഗവൺമെൻറ്റിനാണ് തിരിച്ചടിയാവുക. ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പ്യ ഗവൺമെൻറ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പിരിച്ചിട്ട് കോൺഗ്രസും മറ്റതൊക്കെയാണ് നിൽക്കട്ടെ. ഗവൺമെൻറ്റിൻ്റെ തീർന്നോ? കൊല്ലത്രയും കഴിഞ്ഞു. അല്ല, ഗവൺമെൻറ് ആദ്യത്തെ ഉത്തരവാദിത്തം ഇത്രയും പണം ഇത്രയും ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള സംവിധാനമുള്ള ഗവൺമെൻറ്റിൻ്റെ തീർന്നോ? അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പറയാം. ഞങ്ങളതൊക്കെ ഇപ്പോൾ തീരും. കോൺഗ്രസ് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവർ തീർക്കും. അതിനുള്ള നിശ്ചയദാർഢ്യം അവർക്കുണ്ട്. എളുപ്പം തീരും. ലീഗിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും ശരി, യാതൊരു വയനാട്ടിലെ നേതാക്കന്മാരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അവരോട് ചോദിച്ചാൽ എന്ന് തീരുന്നു അവരിപ്പോൾ പറയും. ഇപ്പോൾ പിന്നെ പറയാം, ഏതായാലും ഇലക്ഷക്കാലല്ലേ. PMC വിവാദത്തിലെ ജോൺ ബ്രിട്ടാസ് പാലമായിരുന്നു എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഈ പ്രതികരണത്തിൽ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യം, ഈ ഫാസിസത്തിനെതിരെ പോരാടാൻ പോയിട്ട് ഈ മീശമാധവൻ സിനിമയിലെ പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന് ഭഗീരഥൻപിള്ള പറഞ്ഞതുപോലെ. അതെ ഒരു കാര്യം ചെയ്താൽ മതി. അതൊക്കെ കാലഹരണപ്പെട്ടു പോയ കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ അത് വന്നിരിക്കുന്നത് PM3യിലെ കാര്യമാണ്. അതിന് നേരാൻ വണ്ണം ഒരു മറുപടി പറയുകയാണ് വേണ്ടത്. എന്താണ് സംഭവിച്ചത് നാട്ടുകാർക്കൊരു വ്യക്തത വരുത്തുകയാണ്. അത് പറയുമ്പോൾ കാലഹരണപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല.